വളരെയധികം ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരുന്നതും ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നതുമായ ഒരു ചീരയാണ് പൊന്നാങ്കണ്ണി ചീര. അപ്പം എനിക്കും ഇടയ്ക്ക് വെച്ചിട്ട് കുറച്ച് പൊന്നാങ്കണ്ണി ചീര എൻ്റെ ഒരു ഫ്രണ്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരയച്ചതെന്നൊക്കെ ആ വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാണാത്തവരൊക്കെ പൊന്നാങ്കണ്ണി ചീരയുടെ വീഡിയോ ഒന്ന് കണ്ട് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. എനിക്ക് കിട്ടിയ പൊന്നാങ്കണ്ണി ചീര ആരോഗ്യത്തോടെ അതോ പോയോ, അതിപ്പം എന്തായി എന്നൊക്കെ ഉള്ളതായ ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. പൊന്നാങ്കണ്ണി ചീര കാണാൻ പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതേപോലെ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ വിത്തുകൾ ഗ്രോ ബാഗുകൾ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ minisLifestyle.com ഒന്ന് വിസിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ നല്ല നല്ല വിത്തുകളും ഗ്രോ ബാഗും ഒക്കെ വാങ്ങിക്കാവുന്നതാണ്. പൊന്നാങ്കണ്ണി ചീരയെക്കുറിച്ച് ഇപ്പോഴും ഡൗട്ടുള്ളവരുണ്ട്. വീടിന് ചുറ്റും കാണുന്ന പല ഇലകളും കാണിച്ചിട്ട് ഇതാണോ പൊന്നാങ്കണ്ണി എന്ന് ചോദിക്കുന്ന പലരും ഉണ്ട്. എന്നാലും നമ്മുടെ പൊന്നാങ്കണ്ണിയുടെ ചീര എന്ന് പറയുന്നത് ഇതാണ്. ശരിക്കും വെയിലത്ത് വെച്ചിരുന്നാൽ റെഡ് കളറാവും, വെയിൽ കുറവാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ നല്ല ഗ്രീനിഷ് ആയിട്ട് ഇരിക്കും. പക്ഷേ ഇത് തന്നെയാണ് പൊന്നാങ്കണ്ണി എന്ന് പറയുന്നത്. ഇത് ഒരുപാട് വളരുന്നതിന് മുമ്പ് നമ്മൾ കട്ട് ചെയ്തിട്ട് തോരനോ അല്ലെങ്കിൽ പരിപ്പിട്ട് കറിയൊക്കെ വയ്ക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമുക്കത് വളർത്തിക്കൊണ്ട് വരണമെന്നുണ്ടെങ്കിൽ മണ്ട നുള്ളി ഒടിച്ച് നമ്മൾ നടുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത്രയും ശിഖരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതിനെ 3 നമുക്ക് നടാം. കണ്ടോ, 1, 2, 3 അങ്ങനെ 3 നമുക്ക് ഒടിച്ച് നട്ടാൽ ഇഷ്ടം പോലെ ഇതങ്ങ് ആയിക്കോളും. അപ്പോൾ അങ്ങനെയൊക്കെ അതുകൊണ്ട് ഓരോ കപ്പിനകത്ത് ഞാൻ ആക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെയൊക്കെ വരുന്നവർ ആവശ്യക്കാരുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാമല്ലോ എന്ന് എഴുതിയിട്ട് വരുന്നവരൊക്കെ വാങ്ങിക്കാറുമുണ്ട്. അപ്പോൾ ഇങ്ങനെ ആക്കി വെച്ചിരുന്നാൽ വിൽക്കുന്നവർക്ക് വേണമെങ്കിൽ വിൽക്കുകയും ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പറമ്പിലൊക്കെ നമുക്ക് ഇതേപോലെ നട്ടുപിടിപ്പിച്ചിട്ട് ഗ്രോ ബാഗിനകത്തോ ഒക്കെ നട്ടുപിടിപ്പിച്ചാൽ ഇതേപോലെ നമുക്ക് തോരനും ഒക്കെ വയ്ക്കാം. കണ്ണിന് പൊന്നാണിത്. കാഴ്ചയൊക്കെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ തോരൻ വെച്ചോ പരിപ്പിട്ട് കറി വെച്ചോ ഒക്കെ കഴിച്ചാൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കിളിർന്ന ഇല നോക്കി കുറച്ച് ഞാൻ തോരൻ വയ്ക്കാനായിട്ട് എടുക്കുകയാണ്. അപ്പം ഒരുപാട് വളരുന്നത് വരെ നമ്മളിത് നിർത്തരുത്, അതിൻ്റെ ടേസ്റ്റ് കുറയുള്ളൂ കേട്ടോ. ഒരുപാട് വളരുന്നത് വരെ നിർത്തിയാൽ തേയിലത്തോട്ടത്തിലൊക്കെ തേയില നുള്ളുന്ന മാതിരി അതിൻ്റെ ഇല ഇങ്ങനെ നുള്ളി തണ്ട് ഇങ്ങനെ ഒടിച്ചൊടിഞ്ഞെടുക്കാം. പിഞ്ച് തണ്ടാകുമ്പോൾ അതെല്ലാം കൂടെ നമുക്ക് സമൂലം അരിഞ്ഞിട്ടങ്ങ് തോരൻ വയ്ക്കാം. അപ്പോൾ എല്ലാത്തിനും നമുക്ക് ഇതേപോലെ ഒടിച്ചെടുക്കാം. എന്നിട്ട് നമുക്കിതൊരു തോരനും കൂടെ വയ്ക്കുന്നത് കാണിച്ചു തരാം. അതുകൊണ്ട് ഈ കപ്പിനകത്ത് ഞാൻ കുറച്ച് മണ്ണും അതേപോലെ നമ്മുടെ വീട്ടിലെ വേസ്റ്റ് കമ്പോസ്റ്റ് ആക്കിയതുകൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇത് ഒടിച്ച് നട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വേരൊന്നും വേണമെന്നില്ല ഇത് നടാനായിട്ട്. അതായത് കൊമ്പുകൾ നമ്മൾ ഒടിച്ചു കുത്തിയാൽ ഇഷ്ടം പോലെ അങ്ങ് ആയിക്കോളും. പിന്നെ നമ്മുടെ ചാണകവെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് ആയിക്കോളും കേട്ടോ. അപ്പം ചാണകം ഇല്ലാത്തവർക്ക് കിച്ചണിലെ കഞ്ഞിവെള്ളമോ അരി കഴുകുന്ന വെള്ളമോ ഒക്കെ കൊണ്ടൊഴിച്ചാൽ ഇഷ്ടം പോലെ ഇതങ്ങ് പടർന്ന് കയറിക്കോളും. അപ്പം പൊന്നാങ്കണ്ണി ചീരയെക്കുറിച്ചുള്ള ഡൗട്ടൊക്കെ തീർന്നല്ലോ. എന്താണ് പൊന്നാങ്കണ്ണി? അതിൻ്റെ ഇല താണ്ട് എങ്ങനെ ഇരിക്കും, കണ്ടില്ലേ എൻ്റെ ഇല. അപ്പം കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു ചീരയുടെ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ചീരയ്ക്ക് ജൈവ സ്ലറി ഒഴിച്ചാൽ അതിൻ്റെ വളർച്ചയൊക്കെ നമുക്ക് നിൽക്കുന്ന നിപ്പിൽ തന്നെ കാണാനായിട്ട് സാധിക്കും. അത്ര നല്ല ഗ്രോത്താണ്. അപ്പം എന്തായാലും എല്ലാവരും ജൈവ സ്ലറിയൊക്കെ ഉണ്ടാക്കി വയ്ക്കണം. നല്ല അടിപൊളി വളമാണ് കേട്ടോ. ജൈവ സ്ലറി ഉണ്ടാക്കാൻ പറ്റാത്തവർക്ക് മാത്രമേ ഉള്ളൂ കഞ്ഞിവെള്ളത്തിനകത്ത് ഇച്ചിരി ഉഴുന്ന് പൊടിച്ചോ അല്ലെങ്കിൽ കുതിർത്തിട്ട് അരച്ചോ ഉപയോഗിക്കുകയെന്നുണ്ടെങ്കിൽ ജൈവ സ്ലറിയെ പോലുള്ളതായ ഗുണം കിട്ടും. അപ്പം എല്ലാവരും പൊന്നാങ്കണ്ണി ചീരയൊക്കെ ഒന്ന് നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം പൊന്നാങ്കണ്ണി ചീര നമ്മൾ നുള്ളി എടുത്തതിന് ശേഷം നല്ലതുപോലെ കഴുകി വാരി വെള്ളമൊക്കെ വാർന്നിട്ട് ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തണ്ടുകളൊക്കെ കട്ടിയുള്ളതാണെന്നുണ്ടെങ്കിൽ അതൊന്ന് മാറ്റി വെക്കുക. ഇനി നമുക്കതിനകത്ത് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആവശ്യത്തിന് തേങ്ങ എടുത്തിട്ടുണ്ട്, സ്വല്പം മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകം, 5-6 കാന്താരി, പകുതി സവാള എടുത്തിട്ടുണ്ട്. അത് കടുക് വറുക്കാൻ നേരം നമുക്ക് അതിനകത്തിട്ട് വഴറ്റാൻ വേണ്ടിയിട്ടാണ്. ആവശ്യത്തിന് കറിവേപ്പില, പിന്നെ ഒരു 3-4 വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളി ഒഴികെ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം നമുക്കൊന്ന് ചതച്ചുകൊണ്ട് വരാം. ചൂടായിരിക്കുന്ന തവയിലോട്ട് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുമ്പോൾ അതിനകത്തോട്ട് 1 സ്പൂൺ ഉഴുന്നിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നതായ സവാള അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. സവാളയും കറിവേപ്പിലയും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയ്ക്ക് ക്ഷാമം ഇല്ലാത്തതുകൊണ്ട് ഇഷ്ടം പോലെ ഇട്ടുന്ന കേട്ടോ. ഇനി അതൊന്ന് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. പിന്നെ അതിനകത്തോട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്നതായ തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും
കാന്താരി എല്ലാം അതിനകത്തോട്ട് ഇടാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പൊന്നാങ്കണ്ണി ചീര അതിനകത്തോട്ട് ഇടാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ആവിയിൽ കിടന്ന് വെന്താൽ മതി, ഒരുപാട് തീ ഇടണ്ട. നമ്മൾ ഈ ഇലവർഗ്ഗങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആവശ്യത്തിന് മാത്രം ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മളതിന് പിറ്റേന്നത്തേക്കും 2 ദിവസത്തേക്കൊക്കെ അങ്ങ് ഉണ്ടാക്കി വെക്കേണ്ട കാര്യമില്ല. അന്നൊന്ന് കഴിച്ചു തീർക്കാമെങ്കിൽ അതാണ് നല്ലത്. നമുക്കന്നെ അടച്ചു വെച്ചിരുന്നിട്ട് ആവിയിൽ വേവിച്ചെടുക്കാം. നമ്മൾ അടിപൊളിയായിട്ടുണ്ട് നമ്മുടെ പൊന്നാങ്കണ്ണി ചീര. ഇത്രയേ ഉള്ളൂ എൻ്റെ വേവ്, ഇലയ്ക്കൊന്നും അധികം വേവില്ല. അപ്പോൾ നമ്മുടെ പൊന്നാങ്കണ്ണി ചീര റെഡി. അപ്പോൾ ഇതേപോലെ നല്ലതുപോലെ പരിപ്പിട്ട് കറി ഉണ്ടാക്കാം, ഇതുപോലെ തോരനുണ്ടാക്കാം, വേറെ എന്താണ് മെഴുക്കുവരട്ടി മാതിരി ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ പൊന്നാങ്കണ്ണി ചീര റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേപോലെ പൊന്നാങ്കണ്ണി ചീരയും മറ്റുള്ള ചീരകളും എല്ലാം നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലുമൊക്കെ ചീരകൾ നട്ടുപിടിപ്പിക്കുക. എന്നിട്ട് ഡെയിലി നമ്മുടെ ഭക്ഷണത്തിൽ ഇലക്കറികൾ ഉൾപ്പെടുത്തുക. അപ്പം നിങ്ങൾക്കും ഇതേപോലെ ചീരകളൊക്കെ നട്ടുപിടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ വന്നാൽ നിങ്ങൾക്ക് വിത്തുകളൊക്കെ വാങ്ങിക്കാവുന്നതാണ്. തെങ്ങും തടത്തിലും കൂടെ നമ്മുടെ പൊന്നാങ്കണ്ണി ചീര നടാമെന്ന് കരുതി. പൊന്നാങ്കണ്ണി ചീര നടുന്നതിന് മുമ്പായിട്ട് നമ്മുടെ തെങ്ങിൻ്റെ തടമൊക്കെ നല്ലതുപോലെ വളമൊക്കെ ഇട്ട്, കോഴിവളമൊക്കെ ഇട്ട് വെട്ടിയടിപ്പിച്ചതിന് ശേഷം പിന്നെ കുറച്ച് ജൈവ സ്ലറി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ സ്ലറിക്കകത്ത് വെള്ളമൊക്കെ ചേർത്ത് ഡൈല്യൂട്ട് ചെയ്തിട്ട് അതും കൂടെ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ആവശ്യമുള്ള കുഴിയൊക്കെ എടുത്തിട്ട് അതിനകത്തോട്ട് പൊന്നാങ്കണ്ണി ഇട്ടിരിക്കുകയാണ്. അതെല്ലാം ഇനി നമുക്ക് നട്ട് കൊടുക്കാം. പൊന്നാങ്കണ്ണി ചീര തെങ്ങിൻ്റെ തടത്തിൽ എല്ലാം നട്ട് കഴിഞ്ഞു. ഇനി 2 നേരം നമുക്ക് ഇത് വേര് പിടിക്കുന്നത് വരെ വെള്ളം കൊടുക്കണം. എങ്കിൽ മാത്രമേ നല്ല ഉഷാറായിട്ട് വളർന്നു വരത്തുള്ളൂ. അപ്പോൾ എനിക്ക് വളരെ കുറച്ച് കിട്ടിയതായ പൊന്നാങ്കണ്ണി ചീരയെ ഞാൻ ഇത്രയും വലുതാക്കി എടുത്തത്. അപ്പോൾ നമുക്ക് ഒരുപാട് കിട്ടുന്നതല്ല കാര്യം, നമുക്കുള്ളതിനെ നമുക്ക് എങ്ങനെ നന്നാക്കി എടുക്കാമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കണ്ടില്ലേ? ഇനി നമുക്ക് കുറച്ച് ഗ്രോ ബാഗിനകത്തൂടെ നമുക്ക് നടുന്നത് കാണാം. തെങ്ങിൻ തടത്തിൽ നട്ട ചീരയും നല്ല അടിപൊളിയായിട്ട് വളർന്നു വരുന്നുണ്ട്. കണ്ടോ? അപ്പോൾ നമ്മുടെ തെങ്ങിൻ തടത്തിൽ നമ്മൾ നട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് നമ്മുടെ ഗ്രോ ബാഗിനകത്തൂടെ നടണം അല്ലേ. അപ്പോൾ അതിന് നമുക്ക് കുറച്ച് ഒടിച്ചെടുക്കാം. നേരത്തെ നമുക്ക് ഇത് കിട്ടിയപ്പോഴും പൊന്നാങ്കണ്ണി ചീര കിട്ടിയപ്പോഴും ഗ്രോ ബാഗിനകത്ത് നടുന്ന വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ വീട്ടിൽ ഇത്രയും വളർന്നപ്പോഴും അത് ഒടിച്ച് നടുന്നതും കൂടെ കാണിക്കണ്ടായോ. നമുക്ക് ഇത്രയും നമ്മുടെ ഗ്രോ ബാഗിനകത്തോട്ട് നടാം. അപ്പോൾ ഇവിടെ ഒഴിഞ്ഞിരിക്കുന്ന ഒരു ഗ്രോ ബാഗ് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഓരോന്നൊക്കെ നട്ടതിന് ശേഷം അത് മാറ്റി ഇങ്ങോട്ട് എടുത്തതാണ്. അപ്പോൾ അതിനകത്തോട്ട് കുറച്ച് നമ്മുടെ കിച്ചണിലെ കമ്പോസ്റ്റാണിത്. കണ്ടോ? നമ്മളെ വേസ്റ്റ് കമ്പോസ്റ്റ് ആക്കിയത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ബയോബിന്നകത്താണ് ഉണ്ടാക്കിയത്. നല്ല അടിപൊളിയായിട്ട് ഉള്ള കമ്പോസ്റ്റ് നമുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പം വളമില്ല എന്നൊന്നും ആരും വിഷമിക്കേണ്ട. നമ്മുടെ വീട്ടിലെ വേസ്റ്റ് കൊണ്ട് തന്നെ നമുക്ക് അടിപൊളി വളം ഉണ്ടാക്കാം. അപ്പോൾ ഇതിനകത്തോട്ട് ഇനി നമുക്കത് നടാം. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഇതിന് പ്രത്യേകിച്ച് വേരും കാര്യങ്ങളൊന്നും വേണ്ട. ഇങ്ങനെ തണ്ടൊടിച്ച് ഇങ്ങനെ അങ്ങോട്ട് നല്ല മണ്ണിളക്കമുള്ള ഗ്രോ ബാഗിനകത്തോ തറയിലോട്ടോ നമുക്കിങ്ങനെ അങ്ങോട്ട് കുത്തി കൊടുത്താൽ മതി. എന്നിട്ട് നട്ടപാടെ നമ്മൾ വെയിലത്ത് വയ്ക്കാതിരിക്കുക. വേര് പിടിച്ചതിന് ശേഷം നമ്മൾ വെയിലത്തോട്ട് വെച്ചാൽ നല്ല ചുമന്ന നിറത്തിലൊക്കെ ഇത് ഇല വളർന്നു വരും. അപ്പോൾ നമ്മുടെ പൊന്നാങ്കണ്ണിയെല്ലാം നമ്മൾ നട്ട് കഴിഞ്ഞു. ഇനി കുറച്ച് വെള്ളം തളിച്ച് കൊടുക്കണം. നല്ലതുപോലെ വേരൊക്കെ പിടിച്ചിട്ട് പിന്നെ നമുക്ക് വളമൊക്കെ കൊടുത്താൽ മതി. ഇപ്പം അത്യാവശ്യം വളമൊക്കെ അതിനകത്തുണ്ടല്ലോ. ഇപ്പം സത്യം പറഞ്ഞാൽ ഇതിൻ്റെ തോരൻ വെച്ചൊന്ന് കഴിച്ച് നോക്കണം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ മറ്റുള്ള ചീര കഴിക്കുന്നതിനേക്കാളും സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊരു 10 മൂടെങ്കിലും നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പം പൊന്നാങ്കണ്ണി ചീരയുടെ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ. അപ്പം പൊന്നാങ്കണ്ണി ചീര എങ്ങനെ നല്ലതുപോലെ നട്ടുപിടിപ്പിക്കാമെന്നും അതേപോലെ എങ്ങനെ ഇത് നല്ലൊരു അടിപൊളി കറി ഉണ്ടാക്കാമെന്നും ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ നല്ല ഔഷധ ഗുണമുള്ളതായ പൊന്നാങ്കണ്ണി ചീര നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.